Hi friends, എല്ലാവർക്കും MEDIAMAKERSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പാർലേജി ബിസ്ക്കറ്റ്, ഒരു 10 രൂപേൻ്റെ ഒരു പാർലേജി ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാർലേജി നമ്മൾ പണ്ടൊക്കെ കുറേ കഴിച്ച ഒരു ബിസ്ക്കറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാക്ക് പാല്. അത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഷെയ്ക്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം പലരും ചിലപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ സാധനമായിരിക്കും, പക്ഷേ ഞാൻ ഇന്നാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മൊത്തമായിട്ട് കാണുക. എന്നിട്ട് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫുഡിങ് അല്ലെങ്കിൽ ഈ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് അങ്ങോട്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. പ്രധാനപ്പെട്ട ഈ ഒരു ഷെയ്ക്കിന് വേണ്ട സാധനമാണ് ഈ ഒരു പാക്ക് പാലും പിന്നെ നമ്മുടെ 10 രൂപയുടെ ഒരു പാർലേജി ബിസ്ക്കറ്റുമാണ് നമുക്കിതിന് വേണ്ടത്. ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മളെ ജാറിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്കിതാ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ബിസ്ക്കറ്റ് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 10-12 ബിസ്ക്കറ്റ് നമുക്ക് ഇടണം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 4 ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കിതാ ഒരു 10-12 ബിസ്ക്കറ്റ് ഇങ്ങോട്ട് ഒരു അട്ടിയിലുള്ള ബിസ്ക്കറ്റാണ് നമ്മളിങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായ ബിസ്ക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേഗം പൊടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് വേഗം ഇങ്ങോട്ട് പൊടിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഈ ഒരു പാർലേജി ബിസ്ക്കറ്റ് ഇത് അവിടെ പൊടിച്ച് നല്ല ഫൈനാക്കി നല്ല പൊടിയായിട്ട് ഇത് അവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറയാം. എന്തായാലും ശ്രദ്ധിച്ച് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ പാല് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ലൊരു പാത്രം എടുത്തിട്ട് നമ്മളെ പാൽ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. കാരണം നമുക്കിനി നമ്മൾ അടിച്ച് വെച്ച ആ ബിസ്ക്കറ്റും ഈ പാലും കൂടി നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാൽ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അടിച്ചു വെച്ച ബിസ്ക്കറ്റിൻ്റെ ഇതിലേക്ക് നമ്മൾ പാൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ആവശ്യത്തിന് പാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് എത്ര പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പാൽ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള പാലൊക്കെ അവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്കിനി മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മളെ ഈ ഒരു പാർലേജി ഷെയ്ക്ക് ഇത് അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് നമ്മൾ ഇതുവരെ 7up ഉണ്ടാക്കിയിട്ട് നമ്മളെ ചെമ്പരത്തിപ്പൂ ഇട്ട ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടൊക്കെ സത്യസന്ധമായിട്ട് കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ പാർലേജി ഷെയ്ക്കിൻ്റെ ഇതിലും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കുടിച്ചു നോക്കിയിട്ട് കാര്യം പറഞ്ഞതാണ്. അടിപൊളി ഒറ്റ വലിക്ക് തീർക്കാൻ തോന്നുന്നു, അത്ര അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമുക്കിതാ ഈ മക്കളോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചോ. എന്താണ് അഭിപ്രായം പറയും, പാർലേജി ഷേക്ക് കുടിച്ചിട്ട് എന്താണ് ഇത് നിങ്ങൾ പറഞ്ഞ് അറിയിപ്പിക്കുന്നവരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ് അവൾക്ക് പറയാനൊരു ഇതുണ്ടായിട്ടാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു 32 രൂപ, ഒരു 22 രൂപയുടെ പാലും 10 രൂപയുടെ ഒരു പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി ഷേക്ക് ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇതാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റുന്നല്ല എന്തായാലും ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരും. അപ്പം നമുക്ക് ബൈ പറയണോ? ബൈ. എന്തെങ്കിലുമൊക്കെ പറയണം.